വിഷയം ശത്രുവിനോടുള്ള പോരാട്ടം. ആത്മാവിനാൽ നൽകപ്പെട്ട വെളിപാട്, ദർശനം ഇവ വചന സന്ദേശമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനോട് പോരാടാൻ തിരുവചനം നമുക്ക്, ഒരു വിശ്വാസിക്ക്, സഭയ്ക്ക് നൽകിയിട്ടുള്ളത് കർത്താവിൻ്റെ സർവായുധ വർഗമാണ്. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:14-17 വരെ. സത്യം അരക്ക് കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള കാലിനു ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽവീൻ. രക്ഷ എന്ന ശിരാസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഹല്ലേലൂയ. ഈ വചനം ശത്രുവിനോട് പോരാടി പരാജയപ്പെടുത്തുവാനുള്ള നമുക്കുള്ള ആയുധമാണ്. ഇവ വിശ്വാസിക്ക് ധരിക്കുവാനുള്ള പടച്ചട്ടയാണ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ഒരു പടയാളിയെപ്പോലെയാണ്. ഹല്ലേലൂയ. അതായത് ശത്രു എപ്പോഴും നമ്മോട് പോരാടാൻ ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ നാം ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല, പടക്കളത്തിൽ നിൽക്കുന്ന പോരാളിയാണ്. ഹല്ലേലൂയ. അതായത് കർത്താവിൻ്റെ ചട്ടവും വിധിയും അനുസരിച്ച് കർത്താവിൻ്റെ ഹിതമല്ലാത്ത പ്രശ്നങ്ങളോട് എതിർത്ത് നിൽക്കുക. ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവർത്തന രീതിയും സ്വഭാവവും അറിഞ്ഞ് അവനോട് എതിരായി നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതായത് അന്യചിന്തകൾ, ജഡചിന്തകൾ, ജഡമോഹങ്ങൾ ഇവ വിട്ടൊഴിയുക. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ദുർമോഹങ്ങൾ ഇവ വിട്ടൊഴിഞ്ഞ് ശുദ്ധീകരിക്കുക. ആ സ്ഥാനത്ത് ഹൃദയത്തിൽ ദൈവവേല മാത്രം ദൈവേച്ഛ മാത്രം ആയിരിക്കുക. ദൈവരാജ്യം, നിത്യത, കർത്താവിൻ്റെ വരവ്, ഇതിൽ ഹൃദയം കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിന് പ്രധാനമായത് നമ്മുടെ മനസ്സാണ്. ഹല്ലേലൂയ. ഹൃദയമാണ്, ഹൃദയ ശുദ്ധിയാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ എപ്പോഴും കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അതായത് വിശ്വാസിയുടെ ചിന്താമണ്ഡലം കർത്താവിൽ ആയിരിക്കുക. എങ്ങനെ എന്ന് നോക്കാം. ഉപവാസത്താലും വചന സന്ദേശം കേട്ടും അന്യഭാഷ പറഞ്ഞും കൊണ്ട് സമയം നീക്കുക. ഹല്ലേലൂയ. അതായത് ലോകചിന്ത കഴിയുന്നത്ര കുറയ്ക്കുക. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കുക. ആത്മശക്തിയും ബലവും തരുവാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ഹല്ലേലൂയ. ഉറപ്പുള്ള വിശ്വാസം ഉള്ളതാക്കുക. സംശയിക്കാതെ ആത്മാ വളർച്ചയ്ക്കുള്ള വിഷയങ്ങൾ കർത്താവിനോട്, അതായത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവിനോട് ജയത്തിൻ്റെ അനുഭവം നമ്മിൽ ഉണ്ടാകും. ഹല്ലേലൂയ. യാക്കോബ് 4:7. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുതേ, അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ.
രണ്ട് വാക്യങ്ങളും നോക്കുക, തിരുവചനം എന്താ പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ നാം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അന്യചിന്തകൾ, ജഡചിന്തകൾ, ജഡമോഹങ്ങൾ, അശുദ്ധി, ഇവ ശത്രുവിൻ്റെ ആയുധങ്ങളാണ്. ഹല്ലേലൂയ. ഈ ചിന്തകൾ ഉള്ളിൽ നിന്നാൽ ആത്മീയമായുള്ള വളർച്ചയ്ക്ക് തടസ്സമാകും. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചിന്തയിൽ കൂടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാളത്തെ കാര്യം ഓർത്തിട്ട് ചിന്താകുലപ്പെടും. ഈ കാര്യം എന്താകും, മറ്റേ കാര്യം എന്താകും, എൻ്റെ തലമുറയുടെ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെല്ലാം ഈ ചിന്താക്കുഴപ്പത്തിൽ വീഴ്ച സംഭവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ എല്ലാ വിവരങ്ങളും നാം അറിയുന്നതിന് മുൻപേ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എവിടെ തുടങ്ങും, ജീവിതത്തിൽ എന്ത് സംഭവിക്കും, നമ്മുടെ അവസാനം എപ്പോൾ എന്ന് ദൈവം അറിയുന്നവനാണ്. ഹല്ലേലൂയ. ലോകസ്ഥാപനം മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തതാണ്. അതാണ് നാം കർത്താവിൽ, അതായത് വിശുദ്ധ ജീവിതം നയിക്കാൻ ഇടയായത്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിൽ പിശാചിന്റെ ഇച്ഛയിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പല വിശ്വാസികളും പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് മാറുന്നു. ഹല്ലേലൂയ. സ്വയം അത് അറിയുന്നില്ല താനും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയവനാണ്. ഹല്ലേലൂയ. അവൻ എല്ലാം കാണും, അവനിൽ നിന്നും ഒന്നും മറിഞ്ഞിരിക്കില്ല. ഇങ്ങനെ എല്ലാം താൻ തിരഞ്ഞെടുത്ത ജനം, അതായത് ഇസ്രായേൽ ജനം, മരുഭൂമിയിൽ മിസ്രയീമിൽ നിന്നും വന്ന തലമുറ പട്ടുപോയി. അവർ ഇന്നത്തെ പിന്മാറ്റക്കാരായ വിശ്വാസികൾക്ക് തുല്യരാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ദൈവം മനുഷ്യന് ഉടനെ ശിക്ഷ കൊടുക്കുകയായിരുന്നു. അതായത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ ചുറ്റി. കാരണം ന്യായപ്രമാണവും 10 കൽപ്പനയും കർത്താവിൻ്റെ ചട്ടവും അവരെ മനസ്സിലാക്കണമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം പരാജയമായിരുന്നു. മരുഭൂമിയിൽ 40 വർഷം അവർക്ക് ട്രെയിനിങ് സമയമായിരുന്നു. ഹല്ലേലൂയ. അതാണ് മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട തലമുറ മരുഭൂമിയിൽ പട്ടുപോയത്. പിന്നീട് മുന്നോട്ട് പോയത് പുതുതലമുറയാണ്. ദൈവം അവിടെ ജനത്തെ ശിക്ഷിച്ചതാണ് നാം കാണുന്നത്. നോഹയുടെ കാലം ജനം ഭൂമിയിൽ വഷളന്മാരായി. ഹല്ലേലൂയ. യഹോവ ഭൂമിയിൽ നിന്നും സർവ ജീവജാലങ്ങളെയും ഹല്ലേലൂയ നശിപ്പിച്ചു. ഹല്ലേലൂയ. ജലപ്രളയത്താൽ നശിപ്പിച്ചു. ജലപ്രളയത്താൽ ഭൂമി മുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. അത്രയ്ക്ക് വഷളത്വമായിരുന്നു അന്നത്തെ ജനം. ഹല്ലേലൂയ. അവരിൽ രക്ഷപ്പെട്ടത് നോഹയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാ മൃഗങ്ങളും എല്ലാ ഇഴജന്തുക്കളും എല്ലാ പ്രാണികളും ജോഡിയായി തിരഞ്ഞെടുത്ത് കയറ്റിയിരുന്നു. അത് മാത്രമാണ് പിന്നീട് ഭൂമിയിൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, മുന്നോട്ടുള്ള തലമുറയുണ്ടായത്. പ്രിയമുള്ളവരെ, സോദോം ഗൊമോറ മ്ലേച്ഛതയാൽ നിറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അവരെ നശിപ്പിച്ചും തീയും ഗന്ധകവും വർഷിപ്പിച്ച് തീയാൽ നശിപ്പിച്ചു. ഹല്ലേലൂയ. മോശയോട് മത്സരിച്ച കോരഹിനെ സംഭവിച്ചത് ഭൂമി പിളർന്ന് ആ കൂട്ടത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഇതൊക്കെയും നിങ്ങൾക്ക് തിരുവചനത്തിൽ കാണുന്നതാണ്. ഹല്ലേലൂയ. ആഖോർ താഴ്വരയിൽ ആഖാനെ ശപഥാർപ്പിതം എടുത്തതിനാൽ അവനെ ഇസ്രായേൽ കല്ലെറിഞ്ഞു അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു.
ശപഥാർപ്പിതം. എന്നാൽ ബാബിലോന്യ മേലകിയും 200 ശെക്കൽ വെള്ളിയും 50 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും എടുത്തു. അതിനാൽ ഇസ്രായേൽ ജനം ഹായ് പട്ടണക്കാരോട് യുദ്ധത്തിൽ തോറ്റു. ഇസ്രായേൽ തോറ്റു. തോൽക്കാൻ കാരണം ആഹാൻ നിയമത്തിന് എതിരായി, കർത്താവിൻ്റെ ഹിതത്തിന് എതിരായി പ്രവർത്തിച്ചപ്പോൾ ഉടനെ മറുപടി കൊടുത്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ തെറ്റ് ചെയ്ത രാജാക്കന്മാരെ യഹോവയായ ദൈവം ശിക്ഷിച്ചു. ശൗൽ രാജാവ് തൊട്ട് ദാവീദ് രാജാവ്, ഇസ്രായേൽ രാജാവായ യൊരോബെയാം, യഹൂദ രാജാവായ രഹബയാം, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ്, ഇങ്ങനെ യഹൂദ രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഇവരിൽ ഹല്ലേലൂയ അവർക്കൊക്കെയും ചെയ്യുന്ന തെറ്റിനും ഉടനെ തെറ്റ് കൊടുത്തു. ദാവീദിന് തെറ്റ് കൊടുത്തിരുന്നു. എങ്കിലും ദാവീദ് വിടുവിക്കപ്പെട്ടത് അബ്രഹാമ്യ അനുഗ്രഹം അവനിൽ ഉള്ളതുകൊണ്ടും കർത്താവായ ദൈവം, യഹോവയായ ദൈവം കൊടുത്ത ആ വാക്തത്വം മാറാതെ നിന്നതുകൊണ്ടും, പിന്നീട് സങ്കീർത്തനം എഴുതി കരഞ്ഞ് വീണ് കിടന്ന് കരയുന്ന, ഉപവസിക്കുകയും രട്ടെടുത്ത് ഉപവസിക്കുകയും ചെയ്യുന്ന ദാവീദിനെയാണ് നാം കാണുന്നത്. അങ്ങനെയാണ് ദാവീദ് രാജാവ് മുൻപിൽ വന്നിട്ടുള്ളത്. അഭിഷേകം പ്രാപിച്ചതായിരുന്നു, അഭിഷേകം ചെയ്തതാണ് ദാവീദ് രാജാവ്. ആ പാരമ്പര്യത്തിലാണ് ക്രിസ്തു ജനിക്കേണ്ടത്. അതുകൊണ്ട് ദാവീദ് രാജാവിന് ഒരു വിടുതൽ കിട്ടി. എങ്കിലും ആ രാജാവിന് ശിക്ഷ കൊടുത്തിരുന്നു. നിന്റെ ഭവനത്തിൽ നിന്നും വാളും യുദ്ധവും ഒഴിയുകയില്ല. ഹല്ലേലൂയ. അത് സംഭവിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ തെറ്റ് ദൈവഹിതം, അതായത് ചട്ടങ്ങൾ വിട്ടും അന്യ ദൈവങ്ങളെ സേവിച്ചും ഇസ്രായേൽ ജനത്തെ ദൈവത്തിൽ നിന്നും അകറ്റി ശത്രുവിന് കീഴ്പ്പെടുത്തി. ഹല്ലേലൂയ. ഇതാണ് രാജാക്കന്മാർ ചെയ്തത്. ഹല്ലേലൂയ. അങ്ങനെ ശത്രു മനുഷ്യനിൽ പ്രവർത്തിച്ചു. ഈ മനുഷ്യനിൽ ശത്രു പ്രവർത്തിക്കാൻ കാരണം ദൈവത്തെ ഈ ജനം തന്നെ അകറ്റി നിർത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു മനുഷ്യനിൽ പ്രവർത്തിച്ച് മനുഷ്യനിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നു. ക്രിസ്തുവിലേക്ക് അടുക്കാതിരിക്കാനാണ് എപ്പോഴും ശത്രുവിൻ്റെ പോരാട്ടം. ഹല്ലേലൂയ. എപ്പോഴും ശത്രുവിൻ്റെ പോരാട്ടം. ഹല്ലേലൂയ. ഈ സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, പിശാചിനോടുള്ള പോരാട്ടത്തെപ്പറ്റി പുതിയ നിയമം പറയുന്നത് ഹല്ലേലൂയ ഒന്നുകൂടി നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമം ഒന്നുകൂടി നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 3:29 ജനമെല്ലാം സ്നാനം ഏൽക്കയിൽ യേശുവും സ്നാനമേറ്റു. യേശു 30-ാം വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അവൻ്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ യേശു അഭിഷേകത്താൽ നിറഞ്ഞവനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സ്നാനം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മരുഭൂമിയിൽ വെച്ച് 40 ദിവസം ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞ ഉടനെ സാത്താൻ അവനെ പരീക്ഷിക്കാൻ ചെന്നു. ഹല്ലേലൂയ. ശത്രുവിൻ്റെ പരീക്ഷയെ യേശു വചനത്താൽ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, അവിടെ ഒന്ന് കാണാൻ കഴിയുന്നു. യേശു ശത്രുവിനോട് ദേഷ്യപ്പെട്ടില്ല, ശത്രുവിനെ ശാസിച്ചില്ല, എന്നെ വിട്ടുപോകാൻ പറഞ്ഞില്ല. പകരം വളരെ ശാന്തതയോടെ ദൈവം അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. യേശു കാണിച്ച ഈ സ്വഭാവ രീതി
ദൈവത്തിൻ്റെ സ്വഭാവ രീതിയാണ്. ദൈവത്തിൻ്റെ പാതയിൽ കൂടെ മാത്രമേ ഹല്ലേലൂയ നാം സഞ്ചരിക്കാവൂ എന്ന് മാതൃക കാട്ടി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ യേശു പിന്നീട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ജനം, വലിയ പുരുഷാരം യേശു പോകുന്നിടത്തൊക്കെയും കൂടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. യഹൂദന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, മഹാപുരോഹിതന്മാർ, ഇവരുടെ പക്ഷത്ത് നിന്നും ജനം ഏറ്റവും കുറഞ്ഞു. അവരിൽ നിന്നും ജനം അകന്നുപോയി. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് യേശുവിനോടും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരിൽ പ്രവർത്തിക്കുന്നത് ശത്രുവാണ്. അങ്ങനെ ശത്രു പരാജയപ്പെടുവാൻ തുടങ്ങി. ശത്രു അവരിൽ കൂടെ പ്രവർത്തിക്കുന്നു. അവരിൽ നിന്ന് ജനം കുറഞ്ഞപ്പോൾ അവർക്ക് യേശുവിനോടൊന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ശത്രു അവിടെ പരാജയപ്പെട്ടു. യേശു തൻ്റെ മാർഗം അവിടെ എല്ലാം പടർത്തി കൊടുത്തു. അങ്ങനെ പിശാചിന് പ്രതികാരം കൊടുത്തു. കർത്താവ് പുതിയ നിയമത്തിലാണ് പ്രതികാരം കൊടുക്കുന്നത്. പഴയ നിയമത്തിൽ ഉടനെ മനുഷ്യന് യഹോവയായ ദൈവം കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം കർത്താവായ യേശു ക്രിസ്തു ശാന്തമായി ശത്രുവിനും മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ഓരോന്നിലും ശത്രു പരാജയപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പിശാചിന് പ്രതികാരം കൊടുത്തു. പഴയ നിയമത്തിൽ ഹല്ലേലൂയ ദൈവം മനുഷ്യന് ഉടനെ ശിക്ഷ കൊടുത്തു. എങ്കിൽ പുതിയ നിയമത്തിൽ ശത്രുവിനോട് പരാജയപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവേ സ്തോത്രം, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ദൈവം മനുഷ്യന് ഉടനെ ശിക്ഷ കൊടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ ചുറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കാണുന്നത് ശത്രുവിൻ്റെ തലയെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഗെത്സമന തോട്ടത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ പൊടിഞ്ഞു വീണു. ഹല്ലേലൂയ. അത്ര ക്രൂരതയായിരുന്നു അനുഭവിക്കാനുള്ളത്. അപ്പോഴും യേശു ദൈവഹിതം തെറ്റിക്കാൻ ഒരു കടുകിട മാറ്റിയിട്ടില്ല. ദൈവ സ്വഭാവം കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമൻ പടയാളികൾ കർത്താവിനെ പിടിക്കുവാൻ വന്നപ്പോൾ പത്രോസ് പുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറ്റുപോയി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവിടെ യേശു ചെയ്തത് അവൻ്റെ കാത് ചേർത്ത് കൊടുത്തു. ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ തന്നെ 12 ലഗോനിലും അധികം ദൂതന്മാരെ എൻ്റെ അടുക്കൽ നിർത്തേണ്ടതിനെ എനിക്ക് അപേക്ഷിച്ചു കൂടായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപേക്ഷിച്ചു കൂടായോ? ദൈവം നിശ്ചയിച്ചാൽ ശത്രുവിൻ്റെ ലഹിയോൻ, അതായത് പിശാചിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ എത്രയോ ഹല്ലേലൂയ ശക്തി ദൈവ സന്നിധിയിലുണ്ട്. അത് വിളിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് വിളിച്ചില്ല? എനിക്ക് അപേക്ഷിച്ചുകൂടായിരുന്നോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും? ഇത് തിരുവെഴുത്ത് പ്രകാരമാണ് നടക്കുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണം. കാരണം ആദമിൻ്റെ കാലത്ത് തൊട്ട് മനുഷ്യൻ മരണം ഏറ്റുവാങ്ങി. അവനെ വിടുവിപ്പാൻ വേണ്ടി ദൈവം പഴയ നിയമം എല്ലാം കൊടുത്ത് പുതിയ നിയമമായി ഒടുവിൽ തൻ്റെ ഓമനപുത്രനെ വിട്ടുകൊടുത്തു. ക്രൂശിലെ മരണം ഇന്ന് വരെയും ആരും സഹിക്കാൻ പറ്റാത്തതും സഹിച്ചിട്ടില്ലാത്തതുമായ മരണം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നിത്യജീവന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ ജീവൻ കൊടുത്തു. അതാണ്
തിരുവെഴുത്ത്, അതായത് ദൈവഹിതം. ഹല്ലേലൂയ. നോക്കുക, യേശു ഇവിടെ ചെയ്തതും പറഞ്ഞതും ദൈവ സ്വഭാവമാണ്. ഹല്ലേലൂയ. ചട്ടമാണ്. ശത്രുവിനെ അവിടെയും പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ക്രൂശ് മരണം എത്ര ക്രൂരവും നിന്ദയും പരിഹാസവും ദുഷിയും സഹിച്ചപ്പോഴും ആരോടും മറുത്ത് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അത് ദൈവ സ്വഭാവമാണ് കാണിക്കുന്നത്. എതിർത്തില്ല, അവിടെയും ദൈവ സ്വഭാവം കാണിച്ചു. യേശുവിന് വീഴ്ച പറ്റിയില്ല. അങ്ങനെ പിശാചിന്റെ സ്വഭാവത്തെ, ആ പിശാചിന്റെ രീതിയെ തള്ളിക്കളഞ്ഞ് ശത്രുവിനെ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിന്റെ സ്വഭാവ രീതിയെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് യേശു ദൈവത്തോട് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇത്ര കഷ്ടം സഹിച്ചിട്ടും പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടിയാണ്, തന്നെ കൊലപ്പെടുത്തിയ ശത്രുവിന് വേണ്ടിയാണ്. യേശു തന്നെ പകച്ചവരോട് ദൈവ സ്വഭാവം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ശത്രുവിൻ്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ പ്രവർത്തന രീതിയെ തൊടാതെ ദൈവനീതിയിൽ കൂടെ മാത്രം യേശു ചെയ്തത്. ഹല്ലേലൂയ. അത് ശത്രുവിനോട് പോരാടാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കേണ്ട വലിയ സത്യങ്ങളാണ്. ഹല്ലേലൂയ. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, ഇതിൽ കൂടെയാണ് യേശു ജീവിച്ച് കാണിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സർവായുധ വർഗം നൽകിയിട്ടുണ്ട്. ശത്രുവിനോട് പോരാടാനാണ്. ഹല്ലേലൂയ. വിശ്വാസികളായ നാം, അതായത് ദൈവസഭ, ശത്രുവിനോട് ശക്തമായി പോരാടേണ്ടതുണ്ട്. ഹല്ലേലൂയ. പോരാടി ജയിക്കേണ്ടതുണ്ട്. എങ്ങനെ പോരാടണമെന്ന് ആത്മാവിനാൽ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും പരിശുദ്ധാത്മ ശക്തി വേണമെന്നുള്ള ദാഹത്താലും ആഗ്രഹത്താലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ അഭിഷേകത്താൽ നിറഞ്ഞവരാകുക. അത് ലഭിക്കുന്നതുവരെ കർത്താവിൻ്റെ നീതിയിലും ചട്ടത്തിലും നിന്ന് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തരിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കും. കൃപാവരങ്ങൾ ലഭിക്കും. സംശയിക്കാതെ പറയുക, അധികാരത്തിൽ കൽപ്പിക്കുക, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇത് യോശുവ 1:9 പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുക, എനിക്ക് ആത്മശക്തി വേണം, എന്നിൽ നിന്നും ആത്മനദി ഒഴുകണം എന്ന് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, 100% ഉറപ്പായി ആത്മാവിനാൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അഭിഷേകത്തിൻ്റെ നിറവിൻ്റെ ജയത്തിൽ എത്തും. ഹല്ലേലൂയ. എത്തിയാൽ അത്ഭുത രോഗസൗഖ്യം ഉണ്ടാകും. പൈശാചിക ബന്ധനങ്ങൾ അഴിപ്പാൻ കഴിയും. അങ്ങനെ അത്ഭുതങ്ങൾ നടന്നാൽ പുറം ലോകം, അതായത് പിശാച് കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം ലോകത്തിലുണ്ട്. അവരുടെ കണ്ണുകൾ തുറക്കും. ഹല്ലേലൂയ. അവർ സത്യദൈവത്തിങ്കിലേക്ക് കടന്നുവരും. അവർ കടന്നു വരുമ്പോൾ ശത്രു പരാജയപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് ശത്രുവിനോട് പോരാടിയുള്ള ജയം. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വരവിൻ്റെ കാലഘട്ടത്തിൽ നാം, അതായത് വിശ്വാസി ദൈവസഭകൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനമാണ്, നമ്മുടെ കർത്തവ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലോകവ്യാപകമായി ശത്രു ക്രിസ്തു മാർഗത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ ഇരട്ടിയായി ദൈവരാജ്യത്തിനായി ജനസമൂഹം എഴുന്നേൽക്കുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്നു.
കർത്താവിൻ്റെ വരവിനായി ഹല്ലേലൂയ ഒരുങ്ങി ഇരിക്കുക, ശക്തിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ പോയി വരട്ടെ, വേഗത്തിൽ ഞാൻ വരാം. മക്കളെ പോയി വരട്ടെ, വേഗത്തിൽ ഞാൻ വരാം. 33 പരം വർഷങ്ങളായി ഞാനും, 33 പരം വർഷങ്ങളായി ഞാനും ഇപ്പാരിലേക്കായി സങ്കടം സഹിച്ചയ്യോ, ഇപ്പാരിലേക്കായി സങ്കടം സഹിച്ചയ്യോ. ഹല്ലേലൂയ, ലബബബാ രബാ രബാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നിർത്തട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.